കലോത്സവം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ആരായിരിക്കും? മത്സരാർത്ഥികളോ അതോ കാഴ്ചക്കാരായ യുവാക്കളോ? കലോത്സവത്തിനെത്തുന്ന മുതിർന്നവരുടെ ആസ്വാദനം എങ്ങനെയാകും? കലോത്സവത്തിന്റെ ആ വൈബ് അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് റിപ്പോർട്ടർ മിഥുൻ അയ്യപ്പൻ. ആദ്യം യുവജനോത്സവം, പിന്നീട് സംസ്ഥാന സ്കൂൾ കലോത്സവം. നമ്മൾ കൗമാരകല എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെയാണല്ലോ ഈ കലോത്സവത്തിന്റെ ഒരു പുരോഗതി എന്ന് പറയുന്നത്. ഈ കുട്ടികളും യുവതി യുവാക്കളും മാത്രമാണോ കലോത്സവം ആഘോഷിക്കുന്നത്? യഥാർത്ഥത്തിൽ കലോത്സവത്തിന്റെ തന്ത വൈബ് അതെന്താണ് എന്നറിയാനാണ് നമ്മുടെ ഈ ശ്രമം. ഈ കലോത്സവത്തിൽ പ്രായമായവർ വന്നിട്ട് എങ്ങനെയാണ് അത് പ്രായമായവർ എങ്ങനെയാണ് ആസ്വദിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. പ്രായമായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കൂടി നമ്മൾ ചെറുപ്പകാലത്ത് നമ്മൾ പഠിച്ചിരുന്ന കാലത്തുള്ള ഒരു കലോത്സവത്തിൻ്റെ ഓർമ്മ നമുക്കുണ്ടാവും. അതും ഇതായിട്ട് ഒരു താരതമ്യം ഉണ്ടാകുമല്ലോ. കുറച്ചുകൂടി കുട്ടികളുടെ ഉണ്ടായാലും ഒരു മെച്ചപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കുറച്ചുകൂടി ഊർജ്ജപ്രദമാണ്. പുതിയ മെച്ചപ്പെട്ട കലകളും ഉണ്ടായതിനകത്ത്. ഇപ്പോൾ ഈ ഇടയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊരു വാക്ക് വന്നിട്ടുണ്ട്, തന്തവൈബ് എന്നാണ് വാക്കിൻ്റെ വാക്ക്, തന്തവൈബ് എന്ന്. കലോത്സവത്തിന്റെ തന്തവൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പുതിയ തലമുറയ്ക്ക് മാത്രമാണ് ഇതെല്ലാം ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. ഞങ്ങളെല്ലാവരും നിങ്ങളൊക്കെ മാതിരി തന്നെ ഇപ്പോഴും ചെറുപ്പമാണ് മനസ്സുകൊണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്തവൈബ് എന്ന് പറയുന്ന വാക്കിന് തെറ്റില്ല. ഞങ്ങളിപ്പോൾ ആ ഒരു വൈബിൽ തന്നെ ഇതെല്ലാം കണ്ടു. മോഹിനിയാട്ടം കണ്ടു, അത് കഴിഞ്ഞതിന് ശേഷം സംഘനൃത്തം കണ്ടു. ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള സമയമായി എന്നുള്ളതുകൊണ്ട് മാത്രമല്ല പുറത്തിറങ്ങി, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നേനെ. ഉത്സവത്തെ പ്രായമായവർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞങ്ങളെ പോലെ ആൾക്കാരാ. നമുക്ക് സന്തോഷം. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആഘോഷമാണ്. ഇതൊക്കെ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാണല്ലോ. അത് സന്തോഷമാണ്. കലോത്സവത്തിലൊക്കെ ഈ പ്രായമായവർ വന്നിട്ട് എന്ത് ചെയ്യാനാ എന്നുള്ള ചോദ്യത്തിനോട് എന്താ ഇല്ല, നമുക്കും എന്റർടൈൻമെന്റ്സ് വേണമല്ലോ. വീട്ടിലിരുന്ന് മടുത്തു. അപ്പോൾ അതുകൊണ്ടൊന്ന് പുറത്തിറങ്ങുന്നതാണ്. നല്ല കാഴ്ചകളൊക്കെ കാണാം, ആൾക്കാരെ കാണാം. നല്ല സന്തോഷമുള്ള കാര്യമാണ്. കലോത്സവം ആസ്വദിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്. എല്ലാ ദിവസവും ഇവിടെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഉച്ച കഴിഞ്ഞ് വരും. വൈകുന്നേരം 6-7 മണിയോടുകൂടി അങ്ങ് പോകും. അത് പിള്ളേര് കുട്ടികളും ആസ്വദിക്കുമ്പോൾ നമ്മളും വലിയവരും ആസ്വദിക്കും. ആഗ്രഹം കൊണ്ട് വന്നത് പിള്ളേരുടെ എത്രയോ വർഷങ്ങളായി, വർഷം തോറും ഇതുവരെ 1-2 പ്രാവശ്യം വന്നിട്ടേ ഉള്ളൂ. പ്രാവശ്യം വരണമെന്ന് തോന്നി. പ്രായമായവരും ഇത് വളരെ മനോഹരമായി ആസ്വദിക്കുന്നു. ഉണ്ട്, തീർച്ചയായിട്ടും പ്രായമായവരാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ആസ്വദിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് പ്രായമായ ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, കൊച്ചുകുട്ടികളല്ലേ, നമ്മുടെ കൊച്ചു മക്കളുടെ പ്രായമുള്ള കുട്ടികളുടെ ഈ കലാപരിപാടി കാണാൻ വളരെ സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ വന്നാണിത്. അടുത്ത ഉത്സവത്തിന് നമ്മൾ ഉണ്ടാകുന്നുള്ള കാര്യം പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി ഞാൻ വളരെ സന്തോഷമുണ്ട്, ആസ്വദിക്കുകയാണ്. നമ്മൾ ഉണ്ടായത് തന്നെയും ഈ ജില്ലയിലായിരിക്കില്ല, വേറെ ഏതെങ്കിലും ജില്ലയിലായിരിക്കും. അപ്പോൾ അവിടെയൊന്നും പോയി കാണാൻ പറ്റില്ലല്ലോ. അല്ല, അതുകൊണ്ട് ഞാൻ വളരെ ആസ്വദിക്കുകയാണ്. വളരെ എനിക്ക് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം കാണാൻ സാധിക്കണമെന്നുള്ളതിൽ. ഈ കലോത്സവം ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്, യുവാക്കൾക്ക് വേണ്ടിയുള്ളതാണ്, കൗമാരക്കാർക്ക് വേണ്ടിയുള്ളത് മാത്രമാണെന്ന് പറയുന്നത്. ഈ പ്രായത്തിന് വേണ്ടിയുള്ളതാണ്. ഞങ്ങളെല്ലാം അത് കേട്ട് ഞങ്ങൾക്ക് ചാർജ് ചെയ്ത് റീചാർജ് ചെയ്ത് ഞാൻ പവർഫുൾ ആവുകയാണ്. ഞങ്ങളുടെ ചെറുപ്പത്തിലോട്ട് ഇറങ്ങി പോവുകയാണ്. ഞങ്ങളിപ്പോഴും ചെറുപ്പക്കാരാണ്. ഇത് കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾ ഇച്ചിരി കൂടി ചെറുപ്പമാവുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി തിരിയുന്നൊരു വാക്കുണ്ടല്ലോ, തന്തവൈബ് എന്നാണ് പറയുന്നത്. തന്തവൈബ് എന്ന് പറയാൻ പറ്റൂല. അതിൽ പ്രായമായൊരു ചെറുപ്പക്കാരായി വരുന്നു. തന്തവൈബ് അല്ല, ചെറുപ്പക്കാർ വൈബാണ്, യൂത്ത് വൈബ്. ഇപ്പോൾ മനസ്സിലായില്ലേ കലോത്സവത്തിന്റെ യഥാർത്ഥ തന്തവൈബ് എന്താണെന്ന്?
തന്ത വൈബ് ഒന്നുമല്ല കേട്ടോ, എല്ലാവരും നല്ല വൈബ് തന്തമാരാണ്. അപ്പോൾ എന്തായാലും ഇതിവിടെ അവസാനിപ്പിക്കാം. തന്തയായിക്കൊണ്ടിരിക്കുന്ന ക്യാമറമാൻ ബിജു പരവൂരിനൊപ്പം ഇനിയും തന്തയാവാനിരിക്കുന്ന മിഥുനയ്യപ്പൻ, ജനം, തിരുവനന്തപുരം.